പി വി അൻവർ വിക്കറ്റ് നമ്പർ 2 ആയി കണക്കാക്കാവോ മലപ്പുറം എസ് പിക്കുള്ള സ്ഥലം മാറ്റം? അങ്ങനെ നമ്മൾ എണ്ണിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷെ എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. ഞാൻ കുറെ ആയിട്ട് ഇപ്പോഴാണ് ഞാൻ നെറ്റ്വർക്കിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ പിന്നാമ്പറോട്ടത്തിലായിരുന്നു. എന്ത് സംഭവിച്ചറിയില്ല. മലപ്പുറം എസ് പി തെറിക്കുന്നു എന്നുള്ളതാണ് ഈ വൈകുന്നേരത്തെ വാർത്ത. ശ്രീ അൻവർ, താങ്കളുടെ പോരാട്ടത്തിന് ഫലം കണ്ടു തുടങ്ങുന്നു എന്ന് കരുതാവോ? അല്ല, അത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. എന്റെ പോരാട്ടം എന്നല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. അതിന് യാതൊരു തർക്കമില്ല. ഒരു ശശീന്ദ്രൻ മാത്രം തെറിച്ചാൽ പോരാ. ഇല്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഡിവൈഎസ്പി ലെവൽ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം, എസ് പി അടക്കം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലാ പോലീസിനെ കംപ്ലീറ്റായി അഴിച്ചു പണിയുന്ന സർക്കാർ. നല്ല കാര്യമാണ്. നല്ല കാര്യം. സുജിത് ദാസിന് എതിരെ നടപടി ഉണ്ടായി. പിന്നെ താങ്കൾ ആദ്യം തന്നെ വിമർശനം ഉന്നയിച്ച ശശിധരനെ ഇപ്പോഴിതാ മാറ്റി. അതായത് താങ്കൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചിരിക്കുന്നു എന്ന ഒരു മാനസികാവസ്ഥയാണോ ഇപ്പോഴുള്ളത്? ഇല്ല, അങ്ങനെ ഞാൻ കണ്ടില്ല വാർത്തയാണല്ലോ. ഞാനിപ്പോ ഫോൺ സ്വിച്ച് ഓൺ ആകുമ്പോഴാണ് ആശ്മി വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല. നമ്മൾ അത് ഉയർത്തിയ കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും ഉൾക്കൊണ്ട് അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ ആശ്വാസവും സന്തോഷവും തന്നെയല്ലേ. അതല്ല ഞാൻ ചോദിക്കുന്നത്, താങ്കൾ മുന്നോട്ട് വെച്ച 2 പ്രധാന ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചു, അങ്ങനെ കാണുന്നുണ്ടോ എന്നാണ് ശ്രീ പി വി അൻവർ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്. ആത്യന്തികമായി താങ്കൾ പറഞ്ഞത്, താങ്കൾ ദാവൂദ് ഇബ്രാഹിം മോഡൽ എന്ന് പറഞ്ഞത്, അതിനുശേഷം ദാവൂദ് ഇബ്രാഹിം അല്ല ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്നത് ADGP കുറിച്ചാണ്. ADGPയുടെ തൊപ്പിയും ഉടൻ തന്നെ തെറിക്കും എന്ന് പ്രതീക്ഷയുണ്ടോ ശ്രീ അൻവർ? 100% പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലാതെ ഈ കാര്യങ്ങൾ എവിടെ എത്തും? നാളെ LDF യോഗമാണ് ശ്രീ പി വി അൻവർ. നാളെ മുഖ്യമന്ത്രി ഇതുവരെ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പുറത്തോ വേദിയിലോ താങ്കൾ ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പാർട്ടി സെക്രട്ടറിയുടെ ചില പ്രതികരണങ്ങൾ, അതും എന്താണ്, അതിലൊരു വ്യക്തതയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നാളെ മുന്നണി യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒക്കെ പരാമർശങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നാളത്തെ മുന്നണി യോഗം താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ LDF കമ്മിറ്റിയിലില്ലല്ലോ. ഇല്ല, എങ്കിലും താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ വിഷയം അവിടെ ചർച്ചയാകാതിരിക്കാൻ കഴിയില്ലല്ലോ. അല്ല, അതെനിക്കറിയില്ല. നാളെ താങ്കൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് പറയുന്നു, സ്ഥിരീകരിക്കാമല്ലോ അല്ലാതെ? ഇല്ല, വെറുതെ പോകുന്നില്ല. ഞാൻ കാര്യത്തില്ല. ഇല്ലല്ല, ഞാൻ വാർത്ത പറഞ്ഞിട്ടുണ്ട്. ശ്രീ പി വി അൻവർ, ഇപ്പോൾ താങ്കൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ഒരു സഖാവ് എന്ന നിലയിൽ താങ്കൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ആയത് വീട്ടിൽ നിന്ന് വന്നല്ല, പാർട്ടിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് പാർട്ടിയോടും താങ്കൾക്ക് ബാധ്യതയുണ്ട്, മുഖ്യമന്ത്രിയോടുമുണ്ട്. ഇങ്ങനെയായിരുന്നല്ലോ അന്ന് പറഞ്ഞത്, താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ADGPക്കെതിരെ ഇപ്പൊ നടപടി ഉണ്ടാകുമെന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ ADGPയെ സംരക്ഷിച്ച് നടത്തുന്ന P ശശിക്കെതിരെയും പാർട്ടി നടപടി എടുക്കണം എന്നൊരു ആവശ്യം താങ്കൾക്ക് ഉണ്ടാകുമല്ലോ. കാരണം സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണല്ലോ താങ്കൾ നിർവഹിക്കുന്നത്. അല്ല, അതൊക്കെ നമുക്ക് നോക്കാമെന്ന്. ഞാൻ മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്നതാ. നിങ്ങൾ പറയുന്ന ഒരു ആംഗിളിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണെന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ റോൾ എന്താണെന്നും വളരെ വിശദീകരിച്ചാണ്. ഇപ്പൊ ഈ പാർട്ടിയിലുണ്ടായ ഈ പോലീസിംഗുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സഖാക്കൾക്കുണ്ടായ എല്ലാ വിഷമത്തിന്റെയും ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലക്ക് അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീട്ടിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ നാക്കുപ്പഴ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. ശരി, അല്ല അങ്ങനെയാണെങ്കിൽ ADGPക്കെതിരെ മാത്രം നടപടി ഉണ്ടായാൽ മതിയോ, അതോ P ശശിക്കെതിരെയും നടപടി വേണമോ? കാരണം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ അത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയത് നിങ്ങൾ കണ്ട. അൻവർ പരാതി എഴുതി തരട്ടെ, ഏത് പരാതി ആര് തന്നാലും അന്വേഷിക്കും ഈ പാർട്ടി എന്ന് പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ അതില്ല എന്ന് ആ പത്രസമ്മേളനത്തിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്താണ് കൊടുത്ത പരാതി. അപ്പോ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അതിന്റെ കുറെ വിശദാംശങ്ങളും കാര്യങ്ങളും എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ കിട്ടേണ്ടതുണ്ട്. അതെല്ലാം പാർട്ടി സെക്രട്ടറി